അക്വിറ്റീസ്. ഈ കാലഘട്ടത്തിൽ നമ്മോടൊപ്പം ജീവിച്ച് സ്വർഗീയ വിശുദ്ധി സ്വന്തമാക്കിയ ഒരു പുണ്യാത്മാവ്. ദിവ്യകാരുണ്യത്തെ സ്വർഗീയ പാതയാക്കിയ ധന്യജീവിതം. നവയുഗത്തിലെ ഇന്റർനെറ്റിന്റെ സാധ്യതകളെ സുവിശേഷ പ്രഘോഷണത്തിനായി ഉപയോഗപ്പെടുത്തിയ വിശുദ്ധ ജീവിതം. തികഞ്ഞ IT പ്രതിഭ. സ്വന്തമായി വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ ലോകത്തിനു മുൻപിൽ പ്രദർശിപ്പിച്ച യുവാവ്. വെറും 15 വർഷം മാത്രം ഈ ലോകത്ത് ജീവിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞ കാർലോ അക്വിറ്റീസ്. 2020 ഒക്ടോബർ 10 വാഴ്ത്തപ്പെട്ടവനായി തിരുസഭ പ്രഖ്യാപിച്ച ഈ പുണ്യാത്മാവിനെക്കുറിച്ച് ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഷാലോം TVയിലെ ഹൈവേ ടു ഹെവൻ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇറ്റാലിയൻ കുടുംബത്തിൽ ജനിച്ചു. 1991 മെയ് 3 ലണ്ടനിലാണ് ജനനം. പിന്നീട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് സെപ്റ്റംബർ മാസത്തിൽ ഇറ്റലിയിലെ മിലാനിലേക്ക് തന്നെ ഇറ്റാലിയൻ കുടുംബം തിരിച്ച് സെറ്റിൽ ചെയ്തു. കാർലോ പിന്നീട് ജീവിച്ചത് 2006 ഒക്ടോബർ മാസം 12 വരെ മാത്രമാണ്. കാർലോ അക്വിറ്റീസ് എന്ന 15 വയസ്സ് മാത്രം ജീവിതം ഈ ലോകത്തിൽ ജീവിച്ച് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയ കാർലോയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കേൾക്കുകയായിരുന്നു. ഒരു ചുറുചുറുക്കുള്ള മിടുക്കനായ സാധാരണ ഒരു ടീനേജറുടെ പ്രായത്തിൽ ഈ യൗവനത്തിൽ ചെയ്യാവുന്ന എല്ലാ വിധത്തിലുള്ള നല്ല സൗഹൃദങ്ങളും ഫ്രണ്ട്ഷിപ്പുകളും സ്പോർട്സും ഗെയിംസും എല്ലാം വളരെ മനോഹരമായി ആഘോഷിച്ച് ജീവിച്ച ഒരാൾ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ദൈവത്തോട് ചേർന്നുള്ള ഒരു ബന്ധത്തിൻ്റെ, ദൈവവുമായിട്ടുള്ള ഈശോയുമായിട്ടുള്ള സ്നേഹബന്ധത്തിൻ്റെ ഒരു നിശബ്ദത കാത്തു സൂക്ഷിക്കുകയും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുകയും ചെയ്ത ഒരു മിടുമിടുകൻ. വിശുദ്ധ ജീവിതം വളരെ മനോഹരമായി 15 വർഷം ജീവിച്ചു തീർക്കാൻ ദൈവകൃപയാൽ സാധ്യമായ ഒരു ചെറുപ്പം. ഇവിടെ നമ്മുടെ ബ്രദർ ജോണും ബ്രദർ എഫ്രേമും ഈ കാർലോ അക്വിറ്റീസ് എന്ന് പറയുന്ന ഇറ്റാലിയൻ ടീനേജറെ കുറിച്ച് നടത്തിയ പഠനങ്ങൾ, അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ സംസാരിക്കുകയായിരുന്നു. ഈ എപ്പിസോഡിൽ നമ്മൾ വളരെ പ്രധാനമായും നമ്മൾ സംസാരിക്കുന്നത് കാർലോ അക്വിറ്റീസിൻ്റെ ചില ഡിവോഷൻസ് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേകമായ പ്രാർത്ഥനകളോടും ചില പ്രത്യേകമായ പ്രാർത്ഥന രീതികളെക്കുറിച്ചും ഒക്കെയാണ് നമ്മളിവിടെ കൂടുതൽ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെട്ട് മറ്റ് കൂദാശകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പല എപ്പിസോഡിൽ ആവർത്തിച്ച് സംസാരിച്ചു കഴിഞ്ഞു. ജപമാലയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ്. ഇവിടെ മറ്റ് ചില ഡിവോഷൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കാർലോ അക്വിറ്റീസിൻ്റെ അത്തരം ചില ഡിവോഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തുടങ്ങാമോ? ആർക്ക് വേണമെങ്കിലും തുടങ്ങാം. കാർലോ അക്വിറ്റീസിൻ്റെ ജീവിതത്തിൽ നോക്കുവാണെങ്കിൽ വളരെയധികം വിശുദ്ധിക്ക് അടുത്ത ജീവിതം നയിച്ച മനോഹരമായ ഒരു ജീവിത ശൈലിയായിരുന്നു കാർലോസിൻ്റെ. നമ്മുടെ ജീവിതത്തിലും നമ്മളും പുലർത്തേണ്ട കുറച്ച് ഡിവോഷൻസ്, കുറച്ച് ഭക്താനുഷ്ഠാനങ്ങൾ കാർലോ അക്വിറ്റീസിൻ്റെ ജീവിതത്തിലൂടെ നമുക്കും പഠിച്ചെടുക്കാൻ സാധിക്കും. ഒന്നാമതായി കാർലോ അക്വിറ്റീസിന് കർണക്കൊന്ത ചെല്ലുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ലോകം മുഴുവൻ ശ്രദ്ധ ഉണ്ടായ കർണക്കൊന്ത കാർലോ തൻ്റെ ജീവിതത്തിൽ 2-3 തവണ ഒരു ദിവസം ചെല്ലാറുണ്ടായിരുന്നു എന്നാണ് അമ്മ പറയാറുള്ളത്. 2000 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കരുണയെപ്പറ്റിയും കരുണയുടെ ഞായറാഴ്ച, ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച കരുണയുടെ ഞായറാഴ്ചയാണെന്നും കർണക്കൊന്തയുടെ പ്രാധാന്യത്തെപ്പറ്റിയൊക്കെ നമ്മളെ പഠിപ്പിച്ചു. സഭ മുഴുവൻ അത് ഏറ്റെടുത്തു. കർണക്കൊന്ത ചെല്ലണം, ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി കർണക്കൊന്ത ചെല്ലണമെന്ന ആഹ്വാനം എല്ലാവരും ഏറ്റെടുത്തു. ഈ ഒരു ആഹ്വാനം ശരിക്കും നെഞ്ചിൽ പേറിക്കൊണ്ട് ജീവിച്ച ഒരു വിശുദ്ധനായിരുന്നു നമ്മുടെ കാർലോ. കാർലോയുടെ ജീവിതത്തിൽ കാർലോ ഇങ്ങനെ കർണക്കൊന്ത ചെല്ലിയിരുന്നത് ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടയിലായിരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ തെറ്റായ വഴിക്ക് പോകുമ്പോൾ അവരെ സമർപ്പിച്ചുകൊണ്ട് അവരുടെ ഒരു പ്രാർത്ഥനാ നിയോഗം പോലെ കാർലോ തൻ്റെ ജീവിതത്തിൽ കർണക്കൊന്ത ചൊല്ലിയിരുന്നു. കാർലോയുടെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ കാർലോയ്ക്ക് ഉത്തരീയം ധരിക്കുന്ന ശീലമുണ്ടായിരുന്നു. ഈ ശീലം കാർലോ വാർത്തെടുത്തത് 13-ാം നൂറ്റാണ്ടിൽ കാർമലീത്ത സഭയിലെ വിശുദ്ധനായിരുന്ന വിശുദ്ധ സൈബൺ സ്റ്റോക്കിന് മാതാവ് പ്രതീക്ഷപ്പെട്ടുകൊണ്ട് ഉത്തരീയം ധരിക്കണമെന്ന് പറയുന്നു.
ഇതൊരു വലിയ സംരക്ഷണ കവചമാണെന്ന് വിശുദ്ധനോട് മാതാവ് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇത് വിശുദ്ധിയിലേക്കുള്ള ഒരു ആഹ്വാനം കൂടെയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഈ ഉത്തരീയം ധരിക്കുന്നവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് മാതാവ് ഉറപ്പ് കൊടുക്കുന്നു. ഈ ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് കാർലോ ജീവിതത്തിൽ ഉത്തരീയം ധരിക്കണമെന്ന ഒരു ആഗ്രഹം പുലർത്തുവാനും ജീവിത അവസാനം വരെ ഈ ഉത്തരീയം ധരിക്കുന്ന ഒരു വ്യക്തിയായി മാറാനും കാർലോയ്ക്ക് കഴിഞ്ഞത് ഈ ഒരു മാതാവിൻ്റെ ആഹ്വാനം പിൻചൊല്ലിക്കൊണ്ട് തന്നെയാണ്. രണ്ടാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാർലോയുടെ ജീവിതത്തിലെ കുറച്ച് പുണ്യപ്രവൃത്തികളാണ്. നമുക്കെല്ലാവർക്കും മാതൃകാപരമായി എടുക്കാൻ പറ്റുന്ന കുറച്ച് പുണ്യപ്രവൃത്തികൾ. ഒന്നാമതായി വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും കാർലോ ഉപവസിക്കാറുണ്ടായിരുന്നു. വെള്ളിയാഴ്ച ദിവസം നമുക്കറിയാവുന്നതുപോലെ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ദിവസമായിട്ടാണ് നാം കണക്കാക്കാറുള്ളത്. വെള്ളിയാഴ്ച ദിവസം ഒരു നേരം കാർലോ തൻ്റെ ഭക്ഷണം ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ പീഡാനുഭവമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് സമർപ്പിക്കുമായിരുന്നു. അത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ പാപമോചനത്തിന് വേണ്ടിയും മാനസാന്തരത്തിന് വേണ്ടിയും കാർലോ മാറ്റിവെച്ചിരുന്നു എന്നത് നമ്മളെല്ലാവരെയും ഈ ഒരു പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നതാണ്. ശനിയാഴ്ച ദിവസം മാതാവിൻ്റെ ദിവസമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. മാതാവിൻ്റെ മഹത്വീകരണത്തിനും മാതാവിലൂടെ കാർലോയ്ക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ പ്രതിയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയും ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയും കാർലോ മാറ്റിവെച്ചു. ഇത് കൂടാതെ എനിക്ക് വീണ്ടും ചോദിക്കാനുള്ള കാരണം, ഇത് കാർലോ അക്വിറ്റസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് മറ്റ് ചില പ്രാർത്ഥന അനുഷ്ഠാന രീതികൾ കൂടി ഉണ്ടായിരുന്നു എന്നാണ്, ചില പ്രാർത്ഥനാ രീതികൾ കൂടി ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബ്രദർ എഫ്രൈമിന് അതൊന്ന് വ്യക്തതയോടെ പറയാൻ പറ്റുമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും റൈച്ചനോട് ഞാൻ ശരിവയ്ക്കുന്നു. കാർലോയ്ക്ക് വേറെ ഭക്താനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ പഴയകാല വിശുദ്ധരെ നോക്കുമ്പോൾ അവർ മുള്ളരഞ്ഞാണം ധരിച്ചും ചരളെ മുട്ടുകുത്തി നിന്നും പ്രാർത്ഥിച്ച് വിശുദ്ധി ആർജിച്ച വിശുദ്ധരെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ കാർലോയ്ക്കും വ്യത്യസ്തമായൊരു സ്പിരിച്വാലിറ്റിയാണ് ഉള്ളത്. കാർലോയുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ തിരുഹൃദയത്തോട് അമിതമായ ഒരു സ്നേഹബന്ധം പുലർത്തിയിരുന്നു കാർലോ. ഇത് ലഭിച്ചത് മർഗരിത്ത മറിയത്തിന് ഈശോ പ്രത്യക്ഷപ്പെട്ട് തിരുഹൃദയത്തിൻ്റെ 12 പ്രോമിസുകൾ നൽകുന്നുണ്ട്. 12 വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ ആ 12 വാഗ്ദാനങ്ങളെ മടിയുറച്ച് വിശ്വസിക്കുവാൻ കാർലോ കാണിച്ച ഒരു തീഷ്ണത നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാർലോയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പ്രത്യേക തീഷ്ണതയാണ് ഈ വെള്ളിയാഴ്ചകളിൽ ബ്രദർ ജോൺ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ചകളിലുള്ള ഉപവാസം. കാർലോ എല്ലാ വെള്ളിയാഴ്ചയും ഉപവസിക്കുമ്പോൾ തിരുഹൃദയത്തിൻ്റെ മഹത്വീകരണത്തിന് വേണ്ടി അത് കാഴ്ചവെക്കുമായിരുന്നു എന്ന് കാർലോയുടെ അമ്മ പറയുമായിരുന്നു. പിന്നെ കാർലോയെ ഏറ്റവും കൂടുതൽ കാർലോയുടെ ജീവിതത്തിലുണ്ടായിരുന്ന ചില ഭക്താനുഷ്ഠാനങ്ങൾ നമ്മൾ വ്യക്തിപരമായി കാണുന്നത് ചില വിശുദ്ധരോട്, പ്രത്യേകം വിശുദ്ധരോടുള്ള നൊവേനകൾ കാർലോ എത്തിച്ചിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒത്തിരി പ്രാർത്ഥന ചൊല്ലുന്നതിലല്ല കാര്യം, ഒരു പ്രാർത്ഥന അത് വളരെ അർത്ഥവത്തോടു കൂടി നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അത് ദൈവസന്നിധിയിൽ എത്തും എന്നതിന് കാർലോ ഒരു ഉദാത്ത മാതൃക തന്നെയാണ്. കാരണം വെച്ചാൽ ഈ ബ്രദർ ജോൺ പറഞ്ഞതുപോലെ തന്നെ കാർലോയ്ക്ക് കരുണയുടെ ഈശോയുടെ ഭക്തി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ തിരുഹൃദയത്തോട് ഭക്തി ഉണ്ടായിരുന്നു, പരിശുദ്ധ കുർബാനയോട് ഭക്തി ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കൂടി ഒരുമിച്ച് കൊണ്ടുപോയി കാർലോ. അപ്പോൾ ഒരു ആത്മീയ ഡെത്ത് അവിടെ ഉണ്ടായിട്ടില്ല, ആത്മീയ മരണം ഉണ്ടാകാൻ സാധിക്കത്തില്ല. നമുക്ക് ഇന്ന് പലർക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വ്യക്തിപരമായി പറ്റുന്ന ഒരു അബദ്ധമാണ്, നമ്മൾ കുറേ പ്രാർത്ഥനകൾ ഇങ്ങനെ കൂട്ടിച്ചൊല്ലും. പക്ഷേ കാർലോയുടെ അമ്മ പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അവൻ ഇതെല്ലാം കൂടെ ഒന്നിപ്പിച്ച് ബന്ധിപ്പിച്ച് അതെല്ലാം ഒരേ രീതി അവന് കൊണ്ടുപോകാൻ സാധിച്ചു എന്നതാണ്. ഒരു ദിവസം പർട്ടിക്കുലർ അവനതിനു വേണ്ടി മാറ്റിവെച്ചു. വെള്ളിയാഴ്ച തിരുഹൃദയത്തിനാണെങ്കിൽ എല്ലാ ദിവസവും കരുണക്കൊന്തയൊക്കെ ചൊല്ലുമെങ്കിലും അവൻ ശനിയാഴ്ചകളിൽ കരുണയുടെ ഈശോയെ ധ്യാനിച്ചിരുന്നു. ശനിയാഴ്ച രാവിലെ അവൻ മാതാവിനെ അനുസ്മരിച്ചിരുന്നു. അപ്പോൾ ഓരോ ദിവസവും ഓരോ പുണ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതോടൊപ്പം ഓരോ ഭക്തിയിലേക്കും അവൻ കേന്ദ്രീകരിച്ചിരുന്നു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ പാരമ്പര്യത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ യൗസേ പിതാവിനായിട്ട് ഒരു ദിവസം, വിശുദ്ധർക്കായിട്ട് ഒരു ദിവസം, മരിച്ചവർക്കായിട്ട് ഒരു ദിവസം, അങ്ങനെ ഈ കാർലോയുടെ ജീവിതത്തിലും കാർലോ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഒരു ദിവസം മാറ്റിവെച്ചിരുന്നു. അത് വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് മാറ്റി വെച്ചിരിക്കുന്ന അവനൊരു ഉറപ്പുണ്ടായിരുന്നു, അവൻ പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിൽ ഒരു ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുമെന്നവന് ഉറച്ച വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് അവൻ പ്രായശ്ചിത്തങ്ങൾ അന്ന് അവൻ ഒരു വെള്ളിയാഴ്ചയും അവൻ ചോക്ലേറ്റുകൾ കഴിച്ചതായിട്ട് പറയുന്നില്ല. അവന് ചോക്ലേറ്റുകളൊക്കെ മേടിച്ച് വഴിയെ പോകുന്ന ഫ്രണ്ട്സും അവരെല്ലാം കൊണ്ടു കൊടുക്കും. പക്ഷെ അവൻ വെള്ളിയാഴ്ചകളിൽ അവൻ ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്ന ഒരു അബ്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് ഉപേക്ഷിച്ചിരുന്നു. ചോക്ലേറ്റാണ് അവൻ പറയുന്നൊരു കാര്യമാണ്, ചോക്ലേറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഉപേക്ഷിക്കുമ്പോൾ അവിടെ
ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ഒരു കൃപയുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് അവനത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്താഭ്യാസം എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. ബദറെ, വളരെ വ്യക്തതയുണ്ട്. കാരണം നമുക്ക് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഓരോന്നായിട്ട്, കാരണം ഇത് തിരുഹൃദയത്തോടുള്ള ഒരു വലിയ ആശ്രയത്വവും പ്രാർത്ഥനയും ഒക്കെ വളരെ വളരെ ഒരു സ്നേഹമാണ്. പക്ഷേ ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പോലും ചിലപ്പോൾ ഒന്നും അറിയാതെ നമ്മൾ മറന്നു പോകുന്ന ഒരു ഭാഗമാണിത്. കാരണം പണ്ടൊക്കെ വീടുകളിൽ ഇപ്പോഴും ഉണ്ടാകും, എൻ്റെ വീട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ട്, പല വീട്ടിലും കാണും. പക്ഷേ എങ്കിലും ഒരു പുതിയ വീട്ടിൽ നമ്മൾ ആദ്യം വയ്ക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത്, കയറി വരുന്ന വീടിൻ്റെ പ്രഥമ ഭാഗത്ത് വയ്ക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പടമാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു അടയാളം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ആളുകൾക്കൊരു ക്രിസ്തീയ കുടുംബമാണെന്ന് പോലും മനസ്സിലാക്കാനുള്ള അടയാളം പോലെയാണ് നമ്മുടെ തിരുഹൃദയ രൂപം അല്ലെങ്കിൽ തിരുഹൃദയത്തിൻ്റെ ഒരു പടം നമ്മൾ അവിടെ വയ്ക്കുന്നത്. ഇവിടെ തിരുഹൃദയത്തോടുള്ള വലിയൊരു ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ ഇതെല്ലാം ക്രമമായി കൊണ്ടുപോയിരുന്നു. ഓരോ ദിവസവും ഓരോ സമയവും രീതികളനുസരിച്ച് ഓരോ പ്രത്യേകമായ പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെച്ചുകൊണ്ട്, അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഈ ശുദ്ധീകരണ സ്ഥലത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വളരെ വളരെ വ്യക്തതയോടെയും ബോധ്യത്തോടെയും. പിന്നെ കാർലോയെക്കുറിച്ച് അടിവരയിട്ട് പറയേണ്ടത്, ഇതെല്ലാം ഓരോന്നും വ്യക്തമായി തനിക്ക് തന്നെ ഉണ്ടായ ബോധ്യങ്ങളിൽ നിന്നാണ് കാർലോ ചെയ്യുന്നത്. ആരെങ്കിലും ചെയ്യുന്നതിൻ്റെ പേരിൽ മാത്രം അനുകരിക്കുകയല്ല, ചെയ്യുന്നതിനെ ബഹുമാനിക്കുകയും അതിൻ്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യുകയും ചെയ്യുന്ന മനോഹരമായ ഒരു രീതിയാണ് കാർലോ ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് മറ്റെന്തെങ്കിലും കൂടി ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഈ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വണക്കമാസ പ്രാർത്ഥനകൾ ഇപ്പോൾ അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. കാർലോയുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാർലോയുടെ അമ്മ പറഞ്ഞ ഒരു കാര്യമാണ്, വീട്ടുകാരെ നിർബന്ധിച്ച് വണക്കമാസ പ്രാർത്ഥനകൾ എത്തിക്കാൻ വേണ്ടി നിർബന്ധിച്ചിരുന്നത് ഈ പയ്യനാണ്. പ്രത്യേകിച്ച് കാർലോയുടെ വല്യമ്മച്ചിയാണ് കാർലോയോട് പറഞ്ഞിരുന്നത്, പണ്ട് കാലങ്ങളിൽ വണക്കമാസ പ്രാർത്ഥനകൾക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ടായിരുന്നു. മെയ് മാസം മാതാവിന് വേണ്ടിയും, മാർച്ച് മാസം യോസേപ്പിതാവിന് വേണ്ടിയും, ജൂൺ മാസം തിരുഹൃദയത്തിന് വേണ്ടിയും, നവംബർ മാസം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയും, ഒക്ടോബർ മാസം മാലാഖമാർക്ക് വേണ്ടിയും, ഈ മാസങ്ങളും കാർലോയുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു മാസങ്ങളായിരുന്നു. പ്രത്യേകിച്ച് മെയ് മാസം, വണക്കം മാസത്തിൻ്റെ ആ സമയത്ത് അവൻ റോസാപുഷ്പങ്ങൾ അവൻ തന്നെ നട്ടുപിടിപ്പിച്ചത്. നമ്മൾ നേരത്തെ പ്രതിപാദിച്ചതുപോലെ അവന് പൂന്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കാൻ വളരെയധികം താല്പര്യമായിരുന്നു. അവൻ നട്ടുപിടിപ്പിച്ച റോസയിൽ അന്ന് പൂക്കളുണ്ടായിരിക്കും. അവൻ ആ പൂക്കളെല്ലാം കട്ട് ചെയ്ത് അവൻ മാതാവിന് കൊണ്ട് കൊടുക്കും. മാതാവിന് കൊണ്ട് കൊടുത്ത് അവൻ്റെ വീട്ടിലുള്ള മാതാവിൻ്റെ സ്റ്റാച്യുവിന് ആ രൂപത്തിന് മുമ്പിൽ വർണ്ണ മനോഹരമായ ദീപങ്ങളും തെളിയിച്ച് അവർ ഒരുമിച്ച് ചേർന്ന് വണക്കമാസ പ്രാർത്ഥനകൾ എത്തിക്കുന്നതായിട്ട് അമ്മ പറയുന്നുണ്ട്. അതുപോലെ മാർച്ച് മാസം നമ്മളെ ഇപ്പോഴേ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കളോട്, നമ്മുടെ സഹോദരങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ മാർച്ച് മാസം ആർക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും വായടച്ചു പോകും, നിശബ്ദമായി പോകും. അത് യോസേപ്പിതാവിന് വേണ്ടിയുള്ളതാണെന്നും, ഒക്ടോബർ മാസം മാലാഖമാർക്ക് വേണ്ടിയുള്ളതാണെന്നും, നവംബർ മാസം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ളതാണെന്നും. നമ്മുടെ ഈ പാരമ്പര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സഭയിൽ ഇതിനു വേണ്ടി തന്നെ പ്രത്യേകം പ്രാർത്ഥനാ പുസ്തകങ്ങളുണ്ട്. ഇന്നിപ്പോൾ അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാരണം ഇന്നത്തെ ഈ ഉപഭോഗ സംസ്കാരമാണെന്ന് മാർപ്പാപ്പ പറയുന്നുണ്ട്. നമുക്ക് പുതുമയെ തപ്പിപ്പോകുന്ന ഒരു പ്രതിനിധിയാണ് നമുക്കുള്ളത്. അപ്പോൾ കാർലോയുടെ ജീവിതത്തിൽ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് വണക്കമാസ പ്രാർത്ഥനകൾ. വണക്കമാസ പ്രാർത്ഥനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിനും സന്തോഷമാകും, നമ്മുടെ കുടുംബങ്ങളിൽ വളരെയധികം സന്തോഷവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുമെന്നതിന് ഏറ്റവും വലിയ തെളിവാണ് കാർലോയുടെ വീടും കാർലോയുടെ മാതാപിതാക്കളും. ഇന്ന് ആ മിലാനിലുള്ള ആ കുടുംബം നമുക്ക് എടുത്തു കാട്ടാൻ പറ്റുന്ന ഒരു കുടുംബം, നസ്രത്തിലെ തിരുക്കുടുംബത്തിനെ പോലെ നന്മയിൽ പ്രക്ഷോഭിക്കുന്ന ആ കുടുംബം ഇന്ന് അങ്ങനെയാകാൻ കാരണം ഈ വണക്കമാസ പ്രാർത്ഥനകളിലുള്ള പങ്കാളിത്തമല്ലേ എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. ചിലപ്പോൾ ഈ സ്വാഭാവികമായിട്ടും നമുക്കൊരു ആളുകൾക്കൊക്കെ വരുന്ന ഒരു ചോദ്യമാണ്, നമുക്ക് കുർബാനയുണ്ട്, മറ്റു പ്രാർത്ഥനാ രീതികളുണ്ട്, ഇതൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെ ഇങ്ങനെ പല 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 പ്രാർത്ഥനാ രീതികൾ വണക്കമാസമൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ടോ എന്ന് ഇന്ന് പലരും ഇങ്ങനെ ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഇതൊക്കെ നമ്മൾ വലിച്ചു വാരി ചെല്ലണോ എന്നുള്ള ചിന്തിക്കുന്നൊരു സ്ഥലത്ത്. പക്ഷേ കാർലോയുടെ ഈ ഒരു ഇത് കേൾക്കുമ്പോൾ ഇത്രയും ചെറിയൊരു പ്രായത്തിൽ ഇത് മനസ്സിലാക്കി വീട്ടുകാർക്ക് വരെ മാതൃകയായി കാർലോ വണക്കമാസം ചെല്ലുമെന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുക. കാരണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മാത്രമല്ല, ശരിക്കും നമ്മുടെ പരമ്പരാഗതമായ ഇത്തരം പ്രാർത്ഥനാ രീതികൾ ബ്രദർ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഓരോ മാസവും നമ്മൾ പ്രത്യേകമായി മാറ്റിവെച്ചിട്ടുള്ള പ്രത്യേകമായ വണക്കങ്ങളും പ്രാർത്ഥനകളും ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഊർജ്ജമുണ്ടാക്കാനും അൾട്ടിമേറ്റ്ലി നമ്മൾ കർത്താവുമായിട്ടുള്ള ത്രിത്വിക ദൈവവുമായിട്ടുള്ള ബന്ധം തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. അതിലേക്കൊരു ഉണർത്തുപാട്ട് പോലെയാണ് സത്യത്തിൽ നമ്മുടെ ഇത്തരത്തിലുള്ള എല്ലാ പ്രാർത്ഥനാ അനുഷ്ഠാനങ്ങളും സംഭവിക്കുന്നത്.
നമ്മൾ ഒരു വിശുദ്ധരോട് ചേർന്ന്, ഔസപിതാവിനോട് ചേർന്ന്, മാതാവിനോട് ചേർന്ന് ഒക്കെ, മാലാഖമാരോട് ചേർന്നൊക്കെ നമ്മൾ ഓരോ മാസവും അവരോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് ത്രിത്വിക ദൈവവുമായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധത്തിലൂന്നിയ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു ആളിക്കത്തിക്കലോ ഒരു ഉണർത്തലോ ഒരു സുബോധമുണ്ടാക്കലോ ഒരു ദിശ ഉറപ്പാക്കലോ ആണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. കാരണം ഇത്തരത്തിലുള്ള ഓരോ അനുഷ്ഠാനങ്ങളും ഈ നമ്മുടെ വഴിയെക്കുറിച്ച്, നമ്മുടെ യാത്രയെക്കുറിച്ച്, നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച്, നമ്മളുടെ ബന്ധം ആരോടാണെന്നതിനെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തലാണ് നടത്തുന്നതെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ പ്രസക്തിയുണ്ട്. ഇത്തരം പാരമ്പര്യങ്ങളെ നമ്മൾ മറന്നു പോകുന്നത് നമ്മളെ പലപ്പോഴും വളരെ ഷോർട്ട് കട്ട് എടുത്തൊരു ആത്മീയ ജീവിതം നയിക്കാൻ നിർബന്ധിതമാക്കുന്ന സാഹചര്യങ്ങളിലാണ് നമ്മളിതൊക്കെ ഇട്ടിട്ട് പോകുന്നത്. പക്ഷേ പലപ്പോഴും ആ ഷോർട്ട് കട്ട് വഴിയിൽ വെച്ച് നമ്മൾ നടത്തുന്ന യാത്രയുടെ ഗൗരവം കുറച്ച് കളയാൻ പലപ്പോഴും ഇടയാക്കുന്നു. അതിനൊരു പരിഹാരമാണ് ഇത്തരത്തിലുള്ള പാരമ്പര്യങ്ങൾ. തീർച്ചയായിട്ടും മറ്റെന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തേക്ക് പോകാം. കാർലോയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ചെറിയ കാര്യങ്ങളിൽ പോലും വിശുദ്ധമായി ചെയ്യാൻ കാർലോയ്ക്ക് കഴിഞ്ഞു. ഒരു ചെറിയൊരു കാര്യമാണ് ചെറിയൊരു വെന്തിങ്കം ധരിക്കുക. അങ്ങനെ ചെറിയ കാര്യങ്ങൾ, അതായത് കർണക്കൊന്ത ചെല്ലുക, തിരുഹൃദയത്തോടുള്ള ഭക്തി, വണക്കമാസം, ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമുക്ക് വിചാരിക്കും വിശുദ്ധ കുർബാനയാണല്ലോ എല്ലാം, ഇതൊന്നും ആവശ്യമില്ലല്ലോ. പക്ഷേ വിശുദ്ധ കുർബാനയിലേക്ക് എത്തിച്ചേരാൻ ഇതൊക്കെ ആവശ്യമാണെന്ന് കാർലോയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ്. കാർലോയുടെ ജീവിതത്തിൽ വിശുദ്ധി വളർത്താൻ, അതായത് വിശുദ്ധിയെ കൂടുതൽ അതിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ കാർലോയെ സഹായിച്ചത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പാരമ്പര്യമായി കൈമാറപ്പെട്ട നമ്മുടെ തലമുറക്കാർ, നമ്മുടെ പിൻതലമുറകൾ ഉള്ള പപ്പായും അമ്മയും അപ്പച്ചന്മാരൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കാർലോ തൻ്റെ ജീവിതത്തിലൂടെ ഇതിലൂടെയും വിശുദ്ധിയിലേക്ക് നമ്മളെ എത്തിക്കുമെന്ന് കാർലോ നമ്മളെ കാണിക്കുന്നുണ്ട്. വളരെ യുണീക്കായിട്ടുള്ളൊരു കാര്യം വീണ്ടും ശ്രദ്ധയിൽ നമുക്ക് വരുന്നത്, കാരണം സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു ഡൈനാമിക് പിള്ളേർ, അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറിലൊക്കെ ഇത്രയും താല്പര്യമുള്ള ആളുകൾ, അങ്ങനത്തെ ഒരു ടെക്നോളജിയുടെ പുറകെ ഇതുപോലെ 2.5 വർഷമൊക്കെ ഇരുന്ന് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വർക്കഹോളിക്കായിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ അങ്ങനെ ഒരു സ്കില്ലിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയി പോകുന്ന ആളുകളൊക്കെ ഇത്തരത്തിലുള്ള ഒരു ട്രഡീഷണൽ സാധനങ്ങളെ പൊതുവെ, പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് പ്രാർത്ഥനാ രീതികളുടെയൊക്കെ കാര്യത്തിലാണ്, സമയക്കുറവിൻ്റെ പേരിലും മറ്റു പലതിൻ്റെ പേരിലൊക്കെ അവഗണിക്കുന്നതാണ് പൊതുവേ നടക്കുന്ന ഒരു സാധ്യതകൾ. അല്ലെന്ന് ആ ധാരണ തന്നെ ശരിയല്ലെന്ന് തെളിയിക്കുകയാണ് കാർലോ. കാരണം കാർലോ ഒരു ബാലൻസ് കീപ്പ് ചെയ്തിരുന്നു, ഒരു പെർഫെക്റ്റ് ബാലൻസ്. കാരണം ട്രഡീഷണലായിട്ടുള്ള പ്രാർത്ഥനാ രീതികളെയും ഒരുപോലെ ഗൗരവത്തിൽ കാണുകയും പരിശീലിക്കുകയും, എന്നാൽ ഇന്നത്തെ ഒരു കണ്ടംപററി വേൾഡിൻ്റെ വിധത്തിൽ വേറൊരു ടെക്നോളജി ലെവലിലും അങ്ങനെയൊക്കെ നിന്നുകൊണ്ട് അത്തരത്തിലുള്ളൊരു ആധ്യാത്മികതയ്ക്കും അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആധ്യാത്മികതയ്ക്കും പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ആനുകാലികമായ വഴികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആധ്യാത്മികതയും ചേർത്ത് വയ്ക്കുന്ന ഒരു പെർഫെക്റ്റ് ബ്ലെൻഡാണ് കാർലോയുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ശരിക്കും നമുക്ക് എല്ലാവർക്കും വലിയൊരു പ്രചോദനമാണ്. കാരണം ചിലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, ചില ആളുകൾ ട്രഡീഷൻസിലേക്ക് മാത്രം പുറകെ പോകാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരൊന്നുണ്ട്. മറ്റ് ചില കമ്മ്യൂണിറ്റീസൊക്കെ എങ്കിലും, മറ്റു ചില അനദർ റിലീജിയൻ കമ്മ്യൂണിറ്റീസൊക്കെ എങ്കിലും ചില ചെറുപ്പക്കാരെയൊക്കെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് അവരുടെ ഇതുപോലത്തെ സ്ട്രോങ് ആയിട്ടുള്ള ചില നിബന്ധനകൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു ത്രില്ലിലും കൂടിയാണ്. അതേസമയം ചില ആളുകൾ ട്രഡീഷനൊക്കെ ഇത് എന്ത് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയതിൻ്റെ ഒരു കണ്ടംപററി ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ മാത്രം പോകുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ നമ്മുടെ വിശ്വാസത്തിൽ എന്നും, നമ്മുടെ ബൈബിൾ നമ്മൾ പഠിക്കുന്നിടത്തും നമ്മുടെ സഭയുടെ വിശ്വാസം നമ്മൾ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നിടത്തും ഒക്കെ നമ്മൾ ഗൗരവം വയ്ക്കുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ പാരമ്പര്യങ്ങൾക്ക് വലിയ വില കൽപ്പിച്ചുകൊണ്ടാണ് നമ്മൾ എന്നും ഇതിനെ കണ്ടിട്ടുള്ളത്. അതുപോലെ ഇന്നത്തെ ആനുകാലികമായ കാര്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ ശരിയായ സത്യങ്ങൾ വെള്ളം ചേർക്കാതെ പ്രകടിപ്പിക്കുന്നതിലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. സഭയുടെ ഒരു മനോഹാരിതയാണ്, പ്രത്യേകിച്ച് കാത്തലിക് ചർച്ചിൻ്റെ ഒരു ബ്യൂട്ടിയാണത്. അത് അങ്ങനെ തന്നെ നമുക്കൊരു വലിയ ഉദാഹരണമാണ് ഇന്ന് സഭയ്ക്ക് കിട്ടുന്നത്. കാർലോ അക്വിറ്റസ് എന്ന് പറയുന്നത് ആരുടെയും മുമ്പിൽ ഇത്തരം ഒരു രീതിയിൽ ഉയർത്തി കാണിക്കാവുന്ന, പ്രത്യേകിച്ച് പുതിയ ജനറേഷന് മുമ്പിൽ ഉയർത്തി കാണിക്കാവുന്ന ഒരാളാണ് കാർലോ അക്വിറ്റസ് എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം എനിക്ക് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്. കാർലോയുടെ ജീവിതമാണ് ആ കുടുംബത്തെ വളരെയധികം ആധ്യാത്മികമായി വളർത്തുവാൻ സഹായിച്ചതെന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പലതവണയും നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് മക്കളാണ് ഇവിടെ ഇടപെടുന്നത്. അതായത് നമ്മൾ നമ്മുടെ വീട്ടുകളിലൊക്കെ മാതാപിതാക്കളായിരിക്കും മക്കളെ വിളിച്ചിരുന്നത്. ഇവിടെ നേരെ മറിച്ച് കാർലോയാണ് അമ്മേ പപ്പ ബാ നമുക്ക് മമ്മ ബാ പപ്പ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ ഭാര്യ യുദ്ധം ചെയ്ത് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാർലോയുടെ വലിയമ്മച്ചിൽ നിന്ന് കിട്ടിയ ഒരു അറിവാണ് കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യം കാർലോയ്ക്ക്.
അപ്പോൾ മമ്മി പപ്പ ബാ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കറക്റ്റ് സമയം വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ കുടുംബത്തിൽ. അത് നമുക്ക് അനുകരണീയമായൊരു കാര്യമാണ്. ഇന്ന് നമ്മുടെ വീടുകളിലും പല വീടുകളിലും കറണ്ട് പോകുമ്പോഴും ഒക്കെ ആയിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പൊതുവെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ കാർലോയുടെ വീട്ടിൽ അങ്ങനെയല്ലായിരുന്നു. ഒരു സന്ധ്യാമണി ദേവാലയത്തിൽ എപ്പം മുഴങ്ങുന്ന കേൾക്കുമോ ആ സമയത്ത് അവർ മുട്ടിന്മേൽ നിന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നത് കാർലോയായിരുന്നു. പപ്പ എവിടെയാണെങ്കിലും വെളിയിലാണ്, ആ കറക്റ്റ് സമയത്ത് കുടുംബത്തിൽ എത്തണമെന്ന് കാർലോ വാശി പിടിക്കുമായിരുന്നു. വേറെ ആരുമല്ല, ഭാര്യയല്ല, മമ്മയല്ല വാശി പിടിക്കുന്നത്, വല്യമ്മച്ചിയല്ല, കാർലോ വാശി പിടിക്കുമായിരുന്നു. എൻ്റെ പപ്പ എനിക്ക് കറക്റ്റ് സമയത്ത് കുരിശുമണി അടിക്കുന്ന സമയത്ത് പള്ളിയിൽ മണി അടിക്കുന്ന സമയത്ത് അത് കേൾക്കുമ്പോൾ എൻ്റെ പപ്പ ഇവിടെ കണ്ടിരിക്കണം. അത് വേറെ ഒന്നിനുമല്ല, എനിക്ക് ഈശോയോട് നമ്മുടെ കുടുംബം ഒത്തുചേരുന്ന ഒരുമയിലാണ്, ഒരുമിക്കുമ്പോഴാണ് പ്രാർത്ഥനയിൽ ദൈവം കടാക്ഷിക്കുന്നത്, ദൈവം കനിയുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബത്തിന് സർവ്വ ഐശ്വര്യവും ദൈവം തരുന്നത് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴാണ്. ചവറപ്പിതാവ് പറയുന്നുണ്ടല്ലോ, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കുമെന്ന്. അപ്പോൾ ഇപ്പോഴും ആ കാർലോയുടെ കുടുംബം ഒന്നിച്ച് നിലനിൽക്കുന്നതിന് ഒരു പ്രധാന ഘടകവും ഈ കുടുംബ പ്രാർത്ഥന തന്നെയാണ്. കാർലോ നയിച്ചതാണ് അവരെ ഈ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക്. ബ്രദർ എഫ്രേം, വളരെ ഭംഗിയായിട്ടുള്ളൊരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യുന്നത്. കാരണം കുടുംബ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതാണ് കാർലോയുടെ ജീവിതം നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്. അതിനകത്തൊരു ശ്രദ്ധേയമായ കാര്യം, ഇത് കുട്ടികളോടാണ് ചെറുപ്പക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. പലപ്പോഴും നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ വീട്ടിൽ ഉൾപ്പെടെ കാണുന്നതാണ്, നമ്മുടെയൊക്കെ അമ്മമാർ അല്ലെങ്കിൽ ഇപ്പോൾ വരുമ്പോൾ പുതിയ അമ്മമാരാണ് പലപ്പോഴും ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, കാരണവന്മാരാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പലപ്പോഴും കുഞ്ഞുങ്ങളെ പിടിച്ചെടുത്തത്. പക്ഷേ ഇവിടെ കാർലോയാണ് ആ വീട്ടിൽ വലിയൊരു സ്വാധീന ശക്തിയായി മാറുന്നതും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു സമയം നിർബന്ധമായും ആ സമയത്ത് തന്നെ നടത്തണമെന്ന് നിർബന്ധം പിടിക്കുകയും സ്നേഹബുദ്ധിയെ നിർബന്ധം പിടിക്കുകയും പക്ഷേ അത് ഭംഗിയായി നടത്തുകയും ചെയ്യുന്നത്. നമ്മുടെ കുടുംബങ്ങളും കുടുംബ പ്രാർത്ഥനയ്ക്ക് വലിയ ഗൗരവം നൽകുന്ന കൃത്യമായി കുടുംബ പ്രാർത്ഥന, കുടുംബത്തിലെല്ലാവരും ചേർന്ന് ചെല്ലുന്ന കുടുംബ പ്രാർത്ഥന, ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി മാത്രമോ അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി മാത്രമോ അല്ലെങ്കിൽ അമ്മയ്ക്കും അപ്പനും വേണ്ടി മാത്രമോ ഉള്ളൊരു കുടുംബ പ്രാർത്ഥനയായി പോവാതെ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഉള്ള ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ഇടയാകട്ടെ എന്ന് നമുക്ക് ഈ കാർലോയുടെ ജീവിതം കൊണ്ട് നമുക്കൊന്ന് തീരുമാനിക്കാം. അതിന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യാം. നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കാർലോ അക്വിറ്റസിൻ്റെ ജീവിതത്തിൻ്റെ ചില മേഖലകളുമായി കൂടുതൽ മനസ്സിലാക്കുകയൊക്കെ ചെയ്തപ്പോൾ തങ്ങളുടെ ജീവിതത്തിലുണ്ടാക്കിയ സ്വാധീനങ്ങളെക്കുറിച്ച് ചിലരുടെ പങ്കുവെക്കലുകൾ നമുക്ക് കേൾക്കാം. എൻ്റെ പേര് ജെറോമി, ഞാനിപ്പോൾ CMA കോഴ്സിന് പഠിക്കുന്നു. കാർലോ പുണ്യാളനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് യുവാക്കൾക്കിടയിലൊക്കെ ഏറെ സ്വാധീനം ചെലുത്തിയ ഒരു പുണ്യാത്മാവാണ് കാർലോ അക്വിറ്റിസ്. ടീഷർട്ടും ജീൻസും ഇട്ട് ഇന്ന് ആൾത്താരയിൽ വണങ്ങപ്പെടുന്ന ഒരു പുണ്യാത്മാവായി കാർലോ മാറി. ഒരു യുവാവ് എന്ന നിലയിൽ എന്നെ ഏറെ പ്രചോദിപ്പിച്ച ഒരു പുണ്യാത്മാവാണ് കാർലോ. ഞായറാഴ്ചകളിൽ മാത്രം ദിവ്യബലിയെ സംബന്ധിച്ച് ശീലം ഉണ്ടായിരുന്ന എനിക്കിപ്പോൾ എല്ലാ ദിവസവും ദിവ്യബലിയെ സംബന്ധിക്കാനൊക്കെയുള്ള ആ ഒരു പ്രചോദനമൊക്കെ കാർലോയുടെ ജീവിതത്തിൽ നിന്നുണ്ടായി. അതുപോലെ തന്നെ നവമാധ്യമങ്ങൾ, ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗമൊക്കെ അതിലൂടെയൊക്കെ ഈശോയെ കൂടുതലായിട്ട് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാനൊക്കെ കാർലോ ശ്രമിച്ചതൊക്കെ ഇന്ന് ശരിക്കും നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനവും അതിലുപരി ഒരു വെല്ലുവിളിയും കൂടിയാണ്. പണ്ട് നമ്മൾ പറയാമായിരുന്നു, അന്ന് വിശുദ്ധരെക്കുറിച്ച് പറയുമ്പം അന്ന് അവർക്കത് പറ്റും, അന്ന് ഇൻ്റർനെറ്റ് ഇല്ല, ഫോണില്ല, അങ്ങനെ, അപ്പോൾ അതുകൊണ്ട് അവർക്ക് അങ്ങനെയൊക്കെ പറയാം, അവർക്ക് അങ്ങനെയൊക്കെ പറ്റുമായിരുന്നു. പക്ഷെ അതുപോലെയാണോ എന്ന് നമ്മൾ പറയാമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കാർലോ തന്നെയാണ്. ഈ സാധ്യതകളെല്ലാം ഉപയോഗിച്ച് കാർലോ നമ്മുടെ മുന്നിലൊരു മാതൃകയായി നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ ദിവസവും എന്തെങ്കിലും നല്ല കാര്യം ചെയ്ത് കടന്നു പോകണമെന്ന് ആഗ്രഹിച്ച ആ വിശുദ്ധനെ പോലെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോഴും ഓരോ ദിവസവും എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത് കടന്നു പോകണമെന്ന് ഞാനും ഒരുപാട് ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ഡയസ്, ഞാൻ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ വർക്ക് ചെയ്യുന്നു. പ്രിയമുള്ളവരെ, കാർലോ പുണ്യവാളൻ്റെ ജീവിതം എല്ലാവരുടെയും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ പോലെ എൻ്റെ ജീവിതത്തിലും സ്വാധീനം ചെലുത്തി. അത് മറ്റൊന്നുമല്ല, ഒരു ചോദ്യം തന്നെയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും അത്ര സജീവമല്ലാത്ത ആ ഒരു കാലത്ത് കാർലോ തൻ്റെ ദിവ്യകാരുണ്യ ഭക്തിയും ഈശോയോടുള്ള സ്നേഹവും ലോകത്തിലേക്ക് അനേകായിരങ്ങളിലേക്ക് എത്തിച്ചത് എങ്ങനെയാണ്? ഇന്നത്തെ കാലത്ത് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് എന്നെയും അതിശയപ്പെടുത്തിയത്. കാർലോയുടെ ജീവിതം എന്നെ സ്വാധീനിച്ചതും അത് തന്നെയായിരുന്നു. ഡിഗ്രി കോഴ്സ് കഴിഞ്ഞ് ഒരു ഡിസൈൻ പഠനത്തിനായിട്ട് ഞാൻ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ ഉള്ളിലും ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഒരു ക്രിസ്തീയ മൂവ്മെൻ്റ് ഭാഗമായിരുന്ന എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹം, ഞാൻ ഡിസൈൻ കോഴ്സൊക്കെ പഠിച്ചു കഴിയുമ്പോൾ അതിൽ നിന്നും ഇറങ്ങുന്ന ഓരോ പ്രൊഡക്റ്റുകളും അത് മാക്സിമം ക്രിസ്തീയ വിശ്വാസം പ്രഘോഷിക്കുക എന്നുള്ളത് തന്നെയായിരിക്കുന്നുള്ള ഒരു സ്വപ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ തീക്ഷ്ണതയൊക്കെ കുറഞ്ഞു വന്നപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരാഗ്രഹങ്ങളും കുറച്ച് ഏണിങ് കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്പാദിക്കുക എന്നുള്ളതിലേക്ക് മാറി. അപ്പോൾ ഭൗതിക ആഗ്രഹങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ചിന്തയൊക്കെ ഇല്ലാണ്ടായി എന്ന് തന്നെ പറയാം. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാർലോ പുണ്യവാളൻ്റെ
ഒരു ജീവിത ചരിത്രം എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ തുടങ്ങിയത്. ഇന്നിപ്പോൾ ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ എത്രയെത്ര യുവജനങ്ങളാണ് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ യുഗത്തിലും വളരെയധികം സമയം സ്പെൻഡ് ചെയ്യുന്നത്. എത്ര പേർക്ക് കഴിയുന്നുണ്ട് തൻ്റെ ആ ഒരു കഴിവുകളും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ മാക്സിമം ദൈവികാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിൽ കാർലോയെപ്പോലെ കൂടുതൽ തീഷ്ണതയോടെ അനേക കാര്യങ്ങളിലേക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് ഈ ഡിജിറ്റൽ യുഗം പ്രയോജനപ്പെടുത്തുവാനായിട്ട് എല്ലാ യുവജനങ്ങളും കഴിയണം. കാർലോയുടെ ജീവിതം ശരിക്കും അതിനെ നമ്മളെ പ്രാപ്തരാക്കുന്നുണ്ട്. വളരെ ഹൃദ്യമായ ഒരു പങ്കുവെക്കലുകളാണ് നമ്മൾ കേട്ടത്. വീണ്ടും നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഗൗരവമായ ചില പുനരാലോചനകൾക്കും പുത്തൻ തീരുമാനങ്ങൾക്കും സഹായകമായ വിധത്തിലാണ് കാർലോയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇവർ പങ്കുവച്ചത്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വളരെ ഗൗരവത്തിലൊന്ന് പുനരാലോചിക്കുകയും ചില പുനഃക്രമീകരണങ്ങൾക്ക് പറ്റുന്ന തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാം. നമ്മൾ തൽക്കാലം ഈ ഹൈവേ ടു ഹെവൻ എന്ന ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. പ്രത്യേകമായി നമ്മുടെ ബ്രദേഴ്സിന് നന്ദി. ഏവർക്കും നന്ദി.